Good morning, children. How are you all? Huh? Did you have your breakfast? Okay. Children, last class I gave you some notes, no? Did you write down? Did you write? Did you study well? നിങ്ങൾ ടെക്സ്റ്റൊക്കെ വായിച്ചോ? നന്നായി വായിച്ച് പഠിച്ചോ? ഓക്കെ, നമ്മളിന്ന് പേജ് നമ്പർ 43. ലെറ്റ്സ് ലേൺ ടുഡേ പേജ് നമ്പർ 43. ഓക്കെ, ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്, ദാറ്റ് മീൻസ് പക്ഷികളും പരിസ്ഥിതിയും. You have learned the diversity in the world of birds. Birds add beauty to our surroundings. They are also useful in many ways. Let's look at them. Okay. പക്ഷിലോകത്തെ വൈവിധ്യം അല്ലേ, നമ്മൾ കണ്ടു. വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ആർ ദെയർ. അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അതെങ്ങനെയാണ് ഇരപിടിക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഫിഗർ നമ്മൾ കണ്ടു. ഓരോന്നും ഓരോ സൈസാലും അതിൻ്റെ ഷേപ്പും സൈസും അതിൻ്റെ എല്ലാം അല്ലേ, ഫെതേഴ്സും കളറുകളും എല്ലാം ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലേ ഇല്ലേ. പിന്നെ പക്ഷികൾ പിന്നെ എന്താണ്, പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ എന്ത് ചെയ്യുന്നു, മനോഹരമാക്കുന്നു. ബേർഡ്സ് ആഡ് ബ്യൂട്ടി ടു അവർ സറൗണ്ടിങ്സ്. ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. ഇത് മാത്രമല്ല, പക്ഷികൾ നമുക്ക് പല രീതിയിൽ ഉപകാരമുള്ളവരാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദം. നമുക്ക് നോക്കാം. പ്രേം ബേർഡ്സ് ലൈക്ക് ഔൾ ആൻഡ് ഈഗിൾ പ്രിവെൻറ്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്സ്. ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. കൺട്രോൾ പെസ്റ്റ്. ഇത് മാത്രം നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നത് മാത്രമല്ല, ധാരാളം ഉപകാരങ്ങൾ നമുക്ക് പക്ഷികളെ കൊണ്ടുണ്ട്. എന്താണ്? മൂങ്ങയും പരുന്തും പോലെയുള്ള പക്ഷികൾ, ഇരപിടിയൻ പക്ഷികൾ എന്ത് ചെയ്യുന്നു, എലികളൊക്കെ പെരുകുന്നത് തടയുന്നു അല്ലേ. ആ മൂങ്ങയുടെ പിക്ചർ നോക്കി ഒരു അവളിനെ കണ്ടോ? അവളുടെ ചുണ്ടത്തനായിരിക്കുന്ന എലി. അതിൽ രാത്രി നല്ല കാഴ്ചയാണ് അല്ലേ. രാത്രിയിലാണ് ഇത് പറന്ന് നടക്കുന്നത്. പകൽ സമയത്ത് എവിടെയെങ്കിലും ഒരിടത്ത് പതുങ്ങിയിരിക്കും. രാത്രിയിലാണ് ഇങ്ങനെ പറന്ന് നടന്നത്. എന്ത് ഗ്രൗണ്ടിൽ കൂടെ പോയാലും ഇത് കാണാൻ സാധിക്കും. അതുപോലെ പരുന്ത് പകൽ സമയത്തേ ഉള്ളൂ, പക്ഷേ അത് ഷാർപ്പ് വിഷൻ. എത്ര ഉയരത്തിൽ പറന്നാലും ഈ നിലത്തൂടെ പോകുന്ന പരുന്തിനെ, കോഴിക്കുഞ്ഞുങ്ങളെ, ചെറു സാധനങ്ങളെല്ലാം അതിന് കാണാൻ സാധിക്കും. അത് കൊത്തിയെടുത്തുകൊണ്ട് അതിൻ്റെ കാലുകൊണ്ട് കുത്തി കീറി അതിൻ്റെ അല്ലേ ക്ലൗസ് കൊണ്ട്, ഇതേം CLAW ക്ലോസ് കൊണ്ട്, കാൽ നഖം കൊണ്ട് അതിൻ്റെ ആ ഇരയുടെ ശരീരത്തിൽ കുത്തി ഇറക്കി അത് പറന്നു പോകും. ദൂരേക്ക് പറന്നുകൊണ്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ പോയിരുന്ന് തിന്നും. കാലുകൊണ്ടും കാലുകൊണ്ട് അത് നല്ല അതിൻ്റെ നഖങ്ങൾ കണ്ടില്ലേ, നല്ല വളഞ്ഞ് മൂർത്ത നഖങ്ങൾ കണ്ടില്ലേ, അത് ഉപയോഗിച്ച് പിന്നെ അതിൻ്റെ എല്ലാം കൂടെ കൊത്തി കീറി അത് തിന്നും. അങ്ങനെയാണ് ഈഗിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂങ്ങകളും അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. അതെങ്ങനെയാണ്? വിത്ത് വിതരണത്തിന് സഹായിക്കുന്നത്. ഈ പക്ഷികൾ പല ഫ്രൂട്ട്സും എല്ലാം എടുത്തുകൊണ്ട് പോകും. എടുത്ത് ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി തിന്നും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സീഡ് അവിടെ വീഴും. അവിടെ വീണ് അവിടെ കിളിർക്കും. അങ്ങനെ വിത്ത് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. ഓക്കെ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ തിന്നു കഴിയുമ്പോൾ എന്താ, അതിൻ്റെ ഡങ്ക്, പക്ഷികൾ ഡങ്കില്ലേ, അതിൽ കൂടെ അത് പുറത്തു വരും. അത് എവിടെ ഇരുന്ന് തിന്നുന്നോ, എവിടെ അതിൻ്റെ ഡങ്ക് വീഴുന്നോ അവിടെ പക്ഷി കാഷ്ടം എവിടെ വീഴുന്നോ അവിടെ അതിൻ്റെ ആ കാഷ്ടത്തിനോട് നമ്മൾ ഈ വിത്തുകളൊക്കെ അവിടെ വീണ് അവിടെ കിടന്ന് മുളയ്ക്കും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ഒത്തിരി കാന്താരി ചീനിയൊക്കെ ഉണ്ടാകുന്ന എല്ലാവരും പറയുന്നത് റബ്ബർ തോട്ടത്തിൽ. ഈ പക്ഷികളൊക്കെ അവിടെ പോയിരുന്ന് സ്വസ്ഥമായിട്ട് തിരുന്ന് റബ്ബർ തോട്ടത്തിലൊക്കെ പോയിരുന്ന്, റബ്ബർ തോട്ടത്തിൽ ഒത്തിരി കാന്താരി ചീനികൾ കാണാം നമുക്ക്. കാന്താരി അറിയത്തില്ല, ചെറിയ മുളകുള്ള അത്. ഓക്കെ, പിന്നെ കൺട്രോൾ പെസ്റ്റ്, ചാഴിയെ നിയന്ത്രിക്കുന്നത്. ഈ ചാഴിയെല്ലാം ഇത് കൊത്തി തിന്നും. ഈ പക്ഷികൾ ചാഴിയെ കൊത്തി തിന്ന് അത് എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പോൾ അത് നമുക്ക് ഉപകാരമാണ് ഇതുങ്ങളെ കൊണ്ട്. കാരണം പയറൊക്കെ നട്ടാൽ, എന്ത് പച്ചക്കറി നട്ടാലും അത് ധാരാളം ചാഴികളുണ്ടാകും. ഈ ചാഴിയില ഈ പക്ഷികൾ വന്ന് കൊത്തി തിന്നുമ്പോൾ നമുക്ക് അത് നല്ല ഉപകാരം.